2008 കൊറിയയെ ടോട്ടലി ഷോക്ക്ഡാക്കിയ ചോ ഡോ സോൺ എന്ന റിയൽ കേസിനെ ബേസ്ഡാക്കി നിർമ്മിച്ച ഒരു സിനിമയാണിത്. ഒരു സ്ട്രേഞ്ചറിൽ നിന്ന് ബ്രൂട്ടലി സെക്സ് അസോൾട്ട് നേരിടുന്ന വെറും 8 വയസ്സുകാരിയായ സോ വോണും അവളെ അതിൻ്റെ ആഘാതത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഫാമിലിയും ഫ്രണ്ട്സും. 2013 പുറത്തിറങ്ങിയ ഒരു സൗത്ത് കൊറിയൻ ഡ്രാമ ഫിലിമാണ് ഇത് എങ്കിലും റീസെൻ്റ്ലി ആണ് ഞാനിത് വാച്ച് ചെയ്യാനിടയായത്. ഇറ്റ്സ് ഹെവി ബട്ട് നോട്ട് ഗ്രാഫിക്. ക്രൈമിൻ്റെ വയലൻസിന് പകരം അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സിലേക്കാണ് മൂവി ഫോക്കസ് ചെയ്യുന്നത്. പേരൻസിൻ്റെ സങ്കടവും കുറ്റബോധവും കുട്ടിയുടെ മെൻ്റൽ ഡിസ്ട്രെസ്സും ഒരു കൗൺസിലറും സൊസൈറ്റിയും കൂടി ഇവർക്ക് നൽകുന്ന പ്രതീക്ഷ, അങ്ങനെ കുറേ ഇമോഷൻസ് ബ്ലെൻഡ് ചെയ്തൊരു സിനിമയാണിത്. ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ട്രോമറ്റൈസ്ഡ് ആയി പോകുന്ന സോ വോണിന് സ്വന്തം ഫാദറിനോട് പോലും സംസാരിക്കാനോ ഫേസ് ചെയ്യാനോ പറ്റാത്ത അവസ്ഥയാണ്. തൻ്റെ മകളെ പഴയ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാനായി ആ ഫാദർ എടുക്കുന്ന എഫേർട്ടുകൾ കാണിക്കുന്ന സീൻസാണ് ഈ സിനിമയിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സീൻസ്. കോർട്ട് റൂം സീൻസ് എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ സിനിമ എങ്കിലും ഇതൊരു കോർട്ട് റൂം ത്രില്ലർ മൂവിയല്ല, മറിച്ച് വലിയൊരു ദുരന്തത്തിന് ശേഷം ഒരു ഫാമിലി പതിയെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതിൻ്റെ ഒരു കഥയാണിത്. സോവാനായി ലീഴയും പാരൻസായി സോൾജിയങ്കും ഓംജിവാനുമാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇവരുടെ പെർഫോമൻസ് എല്ലാം എടുത്തു പറയേണ്ട ഒന്നാണ്. പ്രത്യേകിച്ച് എൻ്റെ ഫേവറേറ്റ് സോവാനായി എത്തിയ ലീറയാണ്. കരയിപ്പിക്കുന്ന ഒരു മൂവിയാണിതെങ്കിലും ക്ലൈമാക്സിലേക്ക് അടുക്കും തോറും കാണുന്ന ഓരോ പ്രേക്ഷകരിലേക്കും പ്രതീക്ഷ നിറയ്ക്കാനായിട്ട് ഈ മൂവിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടൈറ്റിൽ ഓഫ് ദ മൂവി 100% ആപ്റ്റാണ്. സോ വോൺ. ഹോപ്പ്.